സൂര്യകാന്തി പാടങ്ങൾ കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി കാസർകോട്ടുകാർക്ക് ഇനി പൊള്ളാച്ചിയിലേക്കോ ഗുണ്ടൽപേട്ടിലേക്കോ ഒന്നും പോവേണ്ടി വരില്ല കേട്ടോ. കർഷകയായ ശ്രീവിദ്യ നട്ടു വളർത്തിയ സൂര്യകാന്തി പാടത്തിൽ പോയാൽ മനോഹരമായൊരു പൂപ്പാടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടേക്ക് ഇപ്പോൾ ജനപ്രവാഹമാണ്. ഒന്ന് കണ്ടുവരാം. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി സൂര്യകാന്തി പൂക്കൾ പുഞ്ചിരിക്കുന്ന കാഴ്ച കാണാനായി നിരവധി പേരാണ് ഈ കൃഷിഭൂമിയിലേക്ക് എത്തുന്നത്. അവധിക്കാലത്തിനോടൊപ്പം വിഷുവും എത്തിയതോടെ റീലെടുക്കാനായി ജെൻസി പിള്ളേരും ഓടിയെത്തി. ഇന്നിപ്പോൾ ഇവിടെ മുഴുവൻ വലിയ ആവേശമാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഇങ്ങനെ യൂട്യൂബിലെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ട്, അട്രാക്റ്റീവാണ്. വെറും കൃഷി മാത്രമായല്ല ശ്രീവിദ്യ ഈ സൂര്യകാന്തി പാടത്തെ കാണുന്നത്. ഒരു പുത്തൻ ടൂറിസം ആശയം കൂടിയായാണ്. ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ 2 വർഷം മുന്നേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ പൊയിനാച്ചി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ചെങ്കൽപ്പാറയുടെ മുകളിലാണ് ഞാൻ ചെയ്തത്. അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ ഒരു ഇതിലാണ് പ്രാവശ്യം കൂടുതൽ ഏരിയയിൽ ഞാനിതിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ പൊയിനാച്ചി ഇവിടെ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. നമ്മളെ മണ്ണും കാലാവസ്ഥയും ഒക്കെ ഇതിന് അനുയോജ്യമാണ്. കൃഷികളുടെ വേറിട്ട ആശയങ്ങൾ ഇനിയും ഈ യുവ കർഷകയുടെ മനസ്സിലുണ്ട്. കേവലം ഒരു പൂക്കൃഷി മാത്രമായല്ല, വലിയ ടൂറിസം സാധ്യതകൾ കൂടിയാണ് പൊയിനാച്ചിയിലെ ഈ സൂര്യകാന്തി പാടങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് തുറന്നു നൽകുന്നത്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ശരിക്കും ഒരാൾ ഈ പൂവിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അല്ലെ. എന്ത് ഭംഗിയാണ്! ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും മനോഹരമായി തോന്നുക ചിലപ്പോൾ അവിടെ നേരിട്ട് പോയി കാണുമ്പോൾ തന്നെ ആയിരിക്കും അല്ലെ. കൂടുതൽ വിശേഷം പറയാൻ സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇന്നലെ കുലശേഖരപുരത്തെ ഒരു സൂര്യകാന്തി പാടത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു, പ്രേക്ഷകരെ കാണിച്ചായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്കൊന്നും പോകേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ സൂര്യകാന്തി പാടങ്ങൾ വരുന്നുണ്ട്, വിജയകരമായി കർഷകർ അത് കൃഷി ചെയ്യുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഈ സൂര്യകാന്തി എന്ന് പറയുന്നത് ഒരു കൗതുകം തന്നെയാണ് അല്ലേ സാരംഗ്? സൂര്യകാന്തി പൂക്കൾ എന്ന് പറയുന്നത് മലയാളികൾക്ക് എപ്പോഴും ഒരു കാൽപ്പനികതയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ വലിയ കൗതുകമാണ്. കാരണം ഒരുപക്ഷെയൊക്കെ തന്നെ നമ്മൾ പണ്ട് സൂര്യകാന്തി പാടങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ യാത്ര ചെയ്യണം. കേരളത്തിൽ പലപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തായാലും ഒരു വാണിജ്യ ആവശ്യത്തിലേക്കൊന്നും ഒരിക്കലും പോകില്ല. ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് തീർത്തും വ്യത്യസ്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷി മാത്രമല്ല, അതിൽ നിന്നൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുകയാണ് ഈ യുവ കർഷക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ എത്തുന്നു. അവധിക്കാലമാണ്, വിഷുക്കാലമാണ്. നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ ഒട്ടേറെ കുട്ടികൾ, കുടുംബങ്ങളൊക്കെ തന്നെ റീല് ചിത്രീകരിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അതൊരു സാധാരണ ഒരു വർക്കിംഗ് ഡേ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം അതൊരു അവധി ദിവസം, ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആവുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി ആളുകളാണ് അവിടെ എത്തുന്നത്. ഒരു പാടത്തിൻ്റെ ഒരു ഭാഗത്താണ്, ഒരു പ്രത്യേക ഭാഗത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ഇപ്പോൾ നിലവിൽ സൂര്യകാന്തി പാടം ഒരുക്കിയിട്ടുള്ളത്. ആദ്യം അത് ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി വിപുലീകരിച്ച മേഖലയിലേക്ക് അതിനൊരു 3-ാമത്തെയോ 4-ാമത്തെയോ ഒരു സ്റ്റേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു പാടമാക്കി മാറ്റണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവർക്കുണ്ട്. എന്തായാലും ഒരുപക്ഷെ അതിന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യമൊക്കെ കൂട്ടി യോജിച്ച് വായിക്കാൻ പറ്റും. കാരണം മുൻകാലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് വലിയ ചൂടുള്ള സ്ഥലങ്ങളിലാണ് സൂര്യകാന്തി ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ, അത് എത്രത്തോളം ശാസ്ത്രീയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ സൂര്യകാന്തി പൂക്കളൊക്കെ തന്നെ നമ്മളവിടെ വിജയകരമായി ഉണ്ടാവുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ചൂട് കൂടുന്നതും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ വല്ലാത്ത ചൂടാണ് ഇപ്പോഴത്തെ നമ്മൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതാണോ ഈ ഒരു സൂര്യകാന്തി പാടങ്ങൾക്കൊക്കെ അനുകൂലമായി മാറിയത് എന്നും അറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ശ്രീവിദ്യ എന്ന് പറയുന്ന യുവ കർഷക ഇതൊരു കൃഷിയിൽ മാത്രം ഒതുക്കുന്നതല്ല കേട്ടോ. ടൂറിസം എന്ന് പറയുന്ന ഒരു ആശയം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ സ്റ്റോറിയിൽ നമ്മൾ കണ്ടു. റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീടിനടുത്തൊരു സൂര്യകാന്തി പാടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ പോവുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുമല്ലേ. അപ്പോൾ അങ്ങനെ ടൂറിസം എന്ന ഒരു വലിയ ആശയം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതാണ്. ശരി സാർ.